ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാറ്റ് വൈറ്റ്നി യു ടെസ്റ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ MPC 006-ൽ മാൻഡേറ്ററി ആയിട്ട് എല്ലാ വർഷവും അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്നാണ് മാറ്റ് വൈറ്റ്നി കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളുമാണ്. അപ്പം ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അത് നോൺ പാരാമെട്രിക് ടെസ്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പൊതുവേ ഇതിൻ്റെ സാമ്പിൾ സൈസ് കുറവുള്ള സമയത്താണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ വെച്ച് നമ്മൾ ഓരോ ഗ്രൂപ്പിൻ്റെയും സ്കോർ ഒന്നിച്ച് റാങ്ക് ചെയ്യും. എന്നിട്ടാണ് ആ സ്കോറിൻ്റെ സമ്മ് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ റാങ്കിൻ്റെ സമ്മ് വെച്ചിട്ടാണ് നമ്മൾ ഫർദർ കാൽക്കുലേഷനൊക്കെ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം ഞാനത് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമുക്കൊരു 6 മാർക്ക് അല്ലെങ്കിൽ മിക്കവാറും ഇത് 6 മാർക്കിനാണ് ചോദിക്കാറ്. ചില സമയത്ത് കൂടുതൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം 10 മാർക്സിന് ചോദിക്കും. കുറച്ചും കൂടി കൂടുതൽ ഡാറ്റ സാമ്പിൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 മാർക്കിനും ചോദിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇത് പഠിച്ചു പോവുക. ചെറിയ 2 ഇക്വേഷനുള്ളൂ. അപ്പം അത് രണ്ടിൻ്റെയും ഗ്രൂപ്പിൻ്റെയും സിമിലർ ഇക്വേഷനാണ്. അപ്പോൾ ഒരു ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കിട്ടാവുന്ന മാർക്കാണ്. അപ്പോൾ ഇത് ഞാൻ 2025 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ അതുപോലെ എഴുതി. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണിച്ചത് അത് ഞാൻ A, B എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പാക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ റാങ്ക് ചെയ്യണം. അതായത് അസെൻഡിങ് ഓർഡറിൽ റാങ്ക് ചെയ്യണം. 2 ഗ്രൂപ്പിനും ഒന്നിച്ചാണ് റാങ്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു. ഇപ്പോൾ ഈ 10 ഇപ്പം ഇതിൽ രണ്ടിലും കൂടി മൊത്തം 20 സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ 20-ൽ ഏറ്റവും ചെറുത് ഏതാ, ലീസ്റ്റ് ഏതാ, 3 ആണ്. Aയിലുള്ള 3. അപ്പോൾ അതിന് ഞാൻ 1 ഇട്ടു, 4-ന് 2 ഇട്ടു, 7-ന് 3 ഇട്ടു. മനസ്സിലായില്ലേ? അങ്ങനെ അതുപോലെ 4 ഏതാ, 8-ന് 4 ഇട്ടു. അപ്പം നമ്മൾ മൊത്തത്തിന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അപ്പോൾ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ റാങ്ക് A, B, RB. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. മനസ്സിലായില്ലേ? ഫസ്റ്റ് അസെൻഡിങ് ഓർഡറിൽ നമ്മളിതിനെ റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അവസാനത്തെ ഏറ്റവും വലുത് ഏതാ, അതിൽ 20-ാമത്തെ ഏതാ, 40. Bയിലുള്ള 40-ആണ് 20-ാമത്തെ റാങ്ക് കിട്ടിയത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് 1 നമ്മൾ ഹൈപ്പോത്തസിസ് നമ്മളൊന്ന് പറയുന്നുണ്ട്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് അല്ലെങ്കിൽ 2 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യില്ലേ. അപ്പോൾ ഡിഫറൻസ്, അപ്പം H0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് ഒന്നും ഡിഫറൻസ് ഇല്ല എന്ന് പറയാം. H1 ആണെങ്കിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 3-ൽ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാങ്കിൻ്റെ കാൽക്കുലേഷൻ എഴുതുക. അപ്പോൾ നമുക്ക് RA കിട്ടി, RB കിട്ടി. അപ്പോൾ RA നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 കോളത്തിലും RA RB എന്ത് ചെയ്യും, സം ചെയ്തിട്ട് ഒന്നിൻ്റെ സിഗ്മ RA 95 കിട്ടി, മറ്റേ 115 കിട്ടി. ഓക്കെ, രണ്ടും കൂടി ആയിട്ട് N1 N2 എത്രയാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ 10 ആണ്. നമ്മൾ ഇക്വേഷൻ ഇതാണ്, U1 = N1 N2 പ്ലസ് N1 × N1 + 1/2 - സിഗ്മ RA. ഓക്കെ, ആ ഇക്വേഷൻ അതേപോലെ കാണാണ്ട് പഠിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ നമ്പേഴ്സ് വെച്ചിട്ട് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മനസ്സിലായി? 10 × 10, N1 N2 എന്താ 10 ആണ്. അപ്പോൾ 10 × 10 + 10 × 10 + 1/2 - 95. അതുപോലെ U2 10 × 10 + 10 × 10 + 1/2 - 115. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 40 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ ഹൈപ്പോത്തസിസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന എപ്പോഴും എന്താ യൂസ് ചെയ്തിട്ടാണ്, സ്മോളർ വാല്യൂവിനെ വെച്ചിട്ടാണ്. U1-നും U2-ലും സ്മോളർ വാല്യൂ ഏതാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ടേബിൾ നോക്കും. U ടേബിളിൽ നോക്കിയിട്ട് 40 ആണ്, 40 ഉള്ള വാല്യൂവിൻ്റെ അഗെയിൻസ്റ്റ് ഉള്ളത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ക്രിട്ടിക്കൽ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് കൺക്ലൂഡ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്, എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവരും അത് പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ, എന്നാൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരും. ഞാനിനി ഫർദർ എല്ലാ തിയറി ക്ലാസ്സും എല്ലാം അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. സോ നിങ്ങൾക്കെല്ലാം മിസ് ചെയ്യാണ്ട് തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു.